വിശ്വാസവും സ്നേഹവും ഒരുപോലെയാണ്. ഒരിക്കൽ നിലച്ചാൽ പിന്നെ അതിന് ജീവനുണ്ടാകില്ല. അകറ്റി നിർത്തേണ്ടവരെ അകറ്റി തന്നെ നിർത്തണം. അല്ലാതെ വീണ്ടും നമ്മളിലേക്ക് തന്നെ അടുപ്പിച്ചാൽ അത് നമ്മുടെ നാശത്തിനല്ലാതെ വേറൊന്നിനും വഴിവെക്കില്ല. ഒരു ഇരുമ്പ് ദണ്ഡിന് കൂടുതൽ അടി കിട്ടുന്തോറും അത് മൂർച്ചയുള്ള ഒരു ആയുധമായി മാറുന്നു. അതുപോലെയാണ് നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഓരോ വേദനയും നമ്മുടെ ജീവിതത്തെ മൂർച്ചയുള്ളതും ബലമുള്ളതുമാക്കി മാറ്റുന്നു. സമയം വരുമെന്ന് കാത്തിരിക്കരുത്. സമയം കടന്നു പോയല്ലോ എന്ന് വിട്ടുകളയുകയുമരുത്. ഇപ്പോൾ നിങ്ങൾ ഏത് സാഹചര്യത്തിലായാലും അവിടെ നിന്ന് തുടങ്ങുക. വിജയിക്കുവാൻ നിങ്ങൾക്ക് വേണ്ടത് പരിശ്രമവും ധൈര്യവുമാണ്. സത്യവും നന്മയും തേടി നിങ്ങൾ ലോകം മുഴുവൻ അലഞ്ഞാലും അത് നിങ്ങളുടെ ഉള്ളിൽ അല്ലെങ്കിൽ പിന്നെ എവിടെയും കണ്ടെത്താൻ കഴിയില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നിങ്ങൾ കാണിക്കുന്ന മുൻകോപം മുന്നോട്ടുള്ള വഴികളിൽ തടസ്സം സൃഷ്ടിക്കുക മാത്രമല്ല, മറ്റുള്ളവരുടെ മനസ്സിൽ വെറുപ്പും വൈരാഗ്യവും ഉണ്ടാക്കി വയ്ക്കുകയും ചെയ്യും. ചിരിക്കുക, കാരണം നിന്റെ ദുഃഖം നിനക്ക് മാത്രമേ ദുഃഖം ആയിട്ടുള്ളൂ. കേൾവിക്കാർക്ക് എന്നും കേട്ടുകഥകൾ മാത്രമാണ്. ആരെയും ഉപയോഗശൂന്യമായി കണക്കാക്കരുത്. കാരണം അഴുക്കുവെള്ളം കുടിക്കാൻ കൊള്ളില്ലെങ്കിലും അതിന് തീ കെടുത്താനുള്ള കഴിവുണ്ട്. മനസ്സിന് താങ്ങാവുന്നതിലും കൂടുതൽ സങ്കടങ്ങളുണ്ടായാൽ നമ്മളറിയാതെ നമ്മൾ മാറിപ്പോകും. ഒന്നുകിൽ വെറുപ്പും ദേഷ്യവുമായി പ്രതിഫലിക്കും, അല്ലെങ്കിൽ മൗനം കൊണ്ട് സ്വയം കീഴടങ്ങും. ജീവിതം ഏറ്റവും ബുദ്ധിമുട്ടുള്ള പരീക്ഷയാണ്. ഓരോരുത്തർക്കും വ്യത്യസ്തമായ ചോദ്യപേപ്പർ ഉണ്ടെന്ന് മനസ്സിലാക്കാതെ മറ്റുള്ളവരെ പകർത്താൻ ശ്രമിക്കുന്നതിനാലാണ് പലരും പരാജയപ്പെടുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി വരുന്നതല്ല, മറിച്ച് നിങ്ങളിൽ മറഞ്ഞിരിക്കുന്ന കഴിവും ശക്തിയും തിരിച്ചറിയാനും നിങ്ങൾക്ക് പോരാടാനുള്ള ബലം നൽകാനുമാണ്. നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരെ ഒരിക്കലും ദുരുപയോഗം ചെയ്യരുത്. നിങ്ങളെ ആവശ്യമുള്ളവരോട് ഒരിക്കലും തിരക്കിലാണെന്ന് പറയരുത്. നിങ്ങൾ എല്ലായ്പ്പോഴും വിശ്വസിക്കുന്ന ഒരാളെ ഒരിക്കലും ചതിക്കരുത്. നിങ്ങൾ എപ്പോഴും ഓർമ്മിക്കുന്ന ഒരാളെ ഒരിക്കലും മറക്കരുത്. ഒരു മരത്തിൽ നിന്നും ലക്ഷക്കണക്കിന് തീപ്പെട്ടിക്കോലുകൾ ഉണ്ടാക്കാം. അതുപോലെ ഒരു തീപ്പെട്ടിക്കോലിന് 1,00,000 മരങ്ങൾ കത്തിക്കാനും കഴിയും. നിങ്ങളുടെ ഒരൊറ്റ നെഗറ്റീവ് ചിന്തയ്ക്ക് എല്ലാ പോസിറ്റീവ് ചിന്തകളെയും നശിപ്പിക്കാൻ കഴിയും. നിങ്ങൾക്ക് 1000 സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അത് അത്ഭുതമല്ല. ആയിരക്കണക്കിന് ആളുകൾ നിങ്ങൾക്കെതിരെ നിൽക്കുമ്പോൾ കൂടെ നിൽക്കാൻ ഒരു സുഹൃത്ത് ഉണ്ടെങ്കിൽ അതാണ് അത്ഭുതം. കാലം എന്നെങ്കിലും ഒരിക്കൽ നിങ്ങളുടെ ഗുണഗണങ്ങളെ കണ്ടെത്തുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം അതിനെ കണ്ടെത്താനും അതിൽ അഭിമാനിക്കാനും പഠിക്കുക. വിശദീകരണങ്ങൾ പറയാനും അത് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാനും നിങ്ങളുടെ സമയം പാഴാക്കരുത്. കാരണം ആളുകൾ കേൾക്കാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് മാത്രമേ അവർ ചെവി കൊടുക്കൂ.